വട കഴിച്ചിട്ടുണ്ടോ? വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. വീണ്ടും രേഷ്മ പി തങ്കച്ചൻ അഥവാ രേണു ചുതി പറയുകയാണേ, പ്രിയപ്പെട്ടവരെ, രേണു സുധിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് രേണു സുധി എന്ന വ്യക്തിയെ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണോ ഈ രേണു സുധിയെ? ഒന്ന് പറയണേ, ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. അവര് കുറച്ചു മുമ്പ് പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അവരെ ഭയങ്കര കാര്യമാണ്, 21, 22 വയസ്സുള്ള പിള്ളേർക്ക് വരെ ഭയങ്കര സ്നേഹമാണ്, ഒരുപാട് ആന്റിമാർക്കും അങ്കിളുമാർക്കും എല്ലാ കൊച്ചു കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാണെന്ന് രേണു സുധിയെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്നങ്ങോട്ട് ആലിംഗനം ചെയ്ത് വെക്കുമെന്നാണ് രേണു സുധി പറയുന്നത്. അതുകൂടാതെ ഒരു സ്ത്രീയും പറയാൻ പാടില്ലാത്ത ഒരു കാര്യം രേണു പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതൊക്കെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കണമെന്നുണ്ട്. നിങ്ങളെ ഞാൻ കേൾപ്പിക്കാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളത് മൊത്തത്തിലൊന്ന് കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് താഴെ കമന്റ് ബോക്സിൽ പറയണം. പറയാതെ പോകരുത്. കാരണം നമ്മൾ ഇതിന് മറുപടി കൊടുക്കാതിരുന്നാൽ, ഞാനും നിങ്ങളും കൊടുക്കാതിരുന്നാൽ, ഈ സാധനം ഉണ്ടല്ല, ഇത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കും. ഉറപ്പുള്ള കാര്യമാണ്. കാരണം നാളെ പിള്ളേരും ചിന്തിക്കുകയാണ്, രേണു സുധി ചേച്ചിയെ പോലെ അങ്ങ് ആയാലോ, രേണു സുധി ചേച്ചിയെ പോലെ ആൽബത്തിൽ അഭിനയിച്ചാലോ, രേണു സുധി ചേച്ചിയെ പോലെ അപവാദം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയാലോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ല, എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മറുപടി കൊടുക്കണേ കമന്റ് ബോക്സിലൂടെ രേണു സുധിക്ക്. രേണു സുധി ഇപ്പൊ ആദ്യമേ പറയുന്ന അതൊന്നും നിങ്ങൾ കേട്ടെ, എന്നിട്ട് ബാക്കി. ഫാൻസ് ഉണ്ട്, എല്ലാ ചെറിയ ഉണ്ണികൾക്ക് ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്, മുതിർന്നവർക്ക് ഇഷ്ടമാണ്, അമ്മച്ചിമാർക്ക് ഇഷ്ടമാണ്, വെല്ലുവിളിമാർക്ക് ഇഷ്ടമാണ്. കുറച്ച് ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ, 20-21-18 സ്റ്റോറിയൊക്കെ ഇടും എല്ലാ പരിപാടിക്ക് വരുമ്പോ. ഈയിടെ അടുത്തോട്ട് തുടങ്ങിയതാണ്. ഈ 20-21 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഈ സ്ത്രീയെ അറിയാമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. ഇവരെ അറിയാമോ? ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇരുന്ന് വാർത്തകളൊക്കെ നോക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ രേണുവിനെ പോലുള്ള ഐറ്റങ്ങളെയൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സാധനത്തിനെ എനിക്കറിയാവുന്നത്. ഇല്ലെങ്കിൽ ഇതിലൊന്നും നമ്മൾ തിരിഞ്ഞു പോകത്തില്ലായിരുന്നു. പിന്നെ ഇതിന്റെ ആൽബം എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങളില്ല, ആ മടുവേടൻ സാധനമൊക്കെ. എൻ്റെ പൊന്നെ, എങ്ങനെ കാണൂടെ 21-22 വയസ്സുള്ള പിള്ളേരൊക്കെ? നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണാതിരിപ്പുണ്ടോ? 21-22 വയസ്സുള്ള പിള്ളേർ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അതുപോലെ തന്നെ ആന്റിമാര്, അങ്കിളുമാര്, ചേട്ടന്മാര്, ചേച്ചിമാര്, നിങ്ങളൊക്കെ കാണുന്നില്ലേ ഈ വീഡിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ ഈ സാധനത്തിന്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇഷ്ടമാണോ? അറിയാൻ പാടില്ല, സത്യമായിട്ടും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇടക്കിടയ്ക്ക് അറിയാൻ പാടില്ല എന്ന് തന്നെ പറയുന്നത്. നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ സാധനത്തിനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇവരുടെ അഭിനയം കണ്ടിട്ടോ? ഇവരുടെ അഭിനയം കണ്ടിട്ടാണോ? അല്ലെങ്കിൽ വസീകരുടെ പാട്ട് കേട്ടിട്ടോ? അതോ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അപരാധം എല്ലാം കണ്ടിട്ടോ? എല്ലാം പോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു സ്ത്രീയും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു സാധനം ഇവർ പറയുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് കേട്ടോണേ. വട കഴിച്ചിട്ടുണ്ടോ? വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റൂ. എന്തോ വലിയ കാര്യത്തിലങ്ങ് തൊലിക്കുക. വൺ ആൻഡ് ഒൺലി എന്നൊക്കെ അവിടെ ഇന്ന മീഡിയക്കാരൻ പറയുമ്പോ, മീഡിയക്കാർക്ക് ഇത് വെറും കണ്ടന്റ് അത്രേ ഉള്ളൂ. അല്ലാതെ രേണു സുധി അവരുടെ മാമന്റെ മോള ഒന്നും അല്ല. മനസ്സിലായോ? അവർക്ക് കണ്ടന്റിന് വേണ്ടി അവരങ്ങ് തട്ടും. അതേ കണക്ക് അവര് തട്ടുമ്പോഴത്തേക്ക് എൻ്റെ വട കാണുന്നുണ്ടോ നോക്കട്ടെ, മാറ്റി വെക്കട്ടെ, വട എടുത്തങ്ങ് മാറ്റി വെക്കുവാന്ന്. വട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഈ ചുറ്റിത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്താണ് എല്ലാവരും ഉദ്ദേശിക്കുന്നുള്ള സാധനം. ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ കാണിക്കുമോ? ഏതെങ്കിലും ഒരു സ്ത്രീ കാണിക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഈ വീഡിയോ കാണുന്ന ഒരുപാട് സ്ത്രീകൾ കാണും. ചേച്ചിമാരെ, പെങ്ങന്മാരെ, നിങ്ങൾ പറ, നിങ്ങളോട് ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ വന്ന് ഈ ഒരു സാധനം പറയുമ്പോൾ വട ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ പറയുമോ എൻ്റെ വട കാണുന്നുണ്ടോ, മറക്കട്ടെ? ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഇത് ഇങ്ങനെ തൊടുന്നതിന് വരും ഇങ്ങനെ തൊടാനുള്ള ഒരു ചോദ്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കുന്നതിൻ്റെ ചെകളം നോക്കിയവരും കൊടുക്കത്തല്ലേ ചെയ്യത്തുള്ളൂ. അത്യാവശ്യം അഭിമാനം, മാനം, ഈ പരിപാടികളൊക്കെ ഉള്ള സ്ത്രീകൾ അതേ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായോ? അല്ലേ?
അല്ലാതെ ഇവർ ഈ പറയുന്നതൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ? ഇവരിതൊക്കെ തെറി കേൾക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടിയല്ലേ അല്ലേ? എനിക്കെങ്ങനെയാ തോന്നുന്നത്, അല്ലാതെ മറ്റേ നല്ല പുള്ള ചമയാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഞാൻ ഏറ്റവും വെറും 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 കൂതറ അഴുക്കയാടാ എന്ന് നമ്മളെയൊക്കെ കാണിച്ചു തരാനായിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ് ഈ സ്ത്രീയുടെ. ഓരോ ദിവസം കഴിയുന്നതോറും ഇവരോട് പുച്ഛം കൂടി വരിക. ഇങ്ങനെ വൾഗറാവരുത് ഒരു സ്ത്രീ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അറാമ്പറപ്പ് കാണിക്കരുത്. എന്നിട്ട് നമ്മളാരെങ്കിലും എന്തെങ്കിലും പറയുമല്ലോ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കുറ്റം. ഈ കാണിക്കുന്നൊന്നും ഒരു തെറ്റല്ലേ? സ്ത്രീകൾ പറ, പുരുഷന്മാർ ചേട്ടന്മാരെ നിങ്ങളൊന്ന് മാറി നിൽക്കുക, നിങ്ങൾ പറയല്ലേ, സ്ത്രീകൾ പറയട്ടെ. ഇങ്ങനെ ആരെങ്കിലും കാണിക്കുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ് നടക്കുന്നതിനെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? അവൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈസി പീസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുമോ? അവർ ജീവിച്ചോട്ടെ, അവർ ജീവിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കാണിച്ച് ജീവിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞ് ജീവിക്കുന്നത്, ഇത് തെമ്മാടിത്തരമായിട്ട് ആർക്കും തോന്നുന്നില്ലേ? എനിക്ക് മാത്രമേ തോന്നുള്ളൂ. പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഇനി അടുത്തൊരു സാധനമുണ്ട്, ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ളൊരു പരിപാടി, ഒന്ന് കണ്ടോണേ. ഇടിപ്പി ചേർത്ത് പിടിക്ക്, നെറ്റിക്ക് ഉമ്മ കൊടുത്തേ, നെറ്റിലും കൂടെ കൊടുക്ക, അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്ക് ദാസേട്ട്, കുറച്ചുകൂടെ റൊമാൻസ് ആട്ടെ, കുറച്ചുകൂടെ. പറ്റുന്നതല്ലേ ചേച്ചി കാണിക്കാൻ പറ്റുള്ളൂ. അസിസ്റ്റന്റ് ഡയറക്ടറാന്ന് തോന്നുന്നല്ലേ പുറകെ എന്ന് പറയുന്നത്? അതെ, അസിസ്റ്റന്റ് ഡയറക്ടർ അല്ല, ഡയറക്ടറിനെ കാട്ടാന്ന് തോന്നുന്നു. പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളെ കൊണ്ട്. നിങ്ങൾ എന്തിനാ ഈ സാധനമൊക്കെ എടുപ്പിക്കുന്നത്? അഭിനയിക്കാൻ അറിയാവുന്നവരെ വിളിച്ച് ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിപ്പിച്ചൂടെ? അല്ലെങ്കിൽ ആൽബം ചെയ്യിച്ചൂടെ? ഇതിനെ കൊണ്ടൊക്കെ എന്തിനാ ചെയ്യിപ്പിക്കുന്നത്? ഇതിനൊക്കെ റീച്ച് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് കാട്ടായം കാണിച്ചാലും വീഡിയോ 2-3 ലക്ഷം കയറിക്കോളും. അതുകൊണ്ട് പിന്നെ കൂടുതൽ ഈ റൊമാൻസ്, ആ വാക്കിൻ്റെ വില കളയല്ലേ. എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. നെറ്റിയിൽ ഉമ്മ കൊടുക്കാൻ പറയുമ്പോൾ പുള്ളി കഴുത്തേലോ പെടലോട്ടാണ് പിടിക്കുന്നത്. ഇതൊക്കെയാണ് അഭിനയിക്കാൻ നിൽക്കുന്നത്. ഈ അഭിനയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ നാണക്കേടാണ് ഇതുപോലുള്ള കോമാളിപ്പരി പീസുകൾ. സത്യമായിട്ടും എനിക്കെങ്ങനെയാണ് തോന്നുന്നത്, ഇതാണോ അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിൽ മാറി നിൽക്കുക, കൂടുതൽ അറിയാത്ത പരിപാടി ചെയ്ത് ആ ഒരു കലയുടെ വില കളയാതിരിക്കുക. എന്തുവാ ഈ കാണിക്കുന്നത്? ഇതിനെക്കാട്ടിലും നല്ലത് പണ്ട് എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് സന്തോഷ് പണ്ഡിത. സത്യമായിട്ടും ഇതിനെക്കാട്ടിലും ഇതെന്തുവാ ഇത്? എന്നിട്ട് ചേച്ചി ഇരുന്ന് പറയുകയും ചെയ്യും എല്ലാം സൂപ്പർ ഹിറ്റാ. ഞാൻ അഭിനയിച്ച ആൽബങ്ങളല്ല, 10-14 ആൽബങ്ങളുണ്ട്, എല്ലാം സൂപ്പർ ഹിറ്റാ. നിങ്ങൾ കണ്ടോ ഈ പറയുന്ന സാധനം? ഒന്ന് കണ്ടു നോക്കണം. മൊത്തത്തിൽ കുത്തിയിരുന്ന് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. ഓടിച്ചോടിച്ചോടിച്ചോ നോക്കിയാൽ മതി, എന്തോ കാണിച്ചു വെക്കുന്നത് അപ്പം മനസ്സിലാവും. കഷ്ടം. ഇനി വേറെ ഐറ്റം ഉണ്ട്, ഇതിനൊക്കെ അഭിനയിക്കാൻ അറിയത്തില്ല. എന്തേ ഇവിടെ ഞാൻ തെളിയിച്ചു തരാം. ഇതിനൊന്നും ഒരു അഭിനയത്തിന്റെ ഒരു മാങ്ങാണ്ടി അറിയത്തില്ല. എന്തേ ഈ ഒരു വീഡിയോ ഏറ്റവും വലിയ തെളിവ് അതിന്. കണ്ടോണേ. എന്താ ചെയ്യേണ്ടതെന്ന് അഭിനയിച്ചോണ്ടിരിക്കുക. എന്ത് തേങ്ങയാ ഞാൻ ചെയ്യേണ്ടത്? എന്തുവാ ഞാൻ കാണിക്കണ്ടേ? അഭിനയിക്കാൻ നിൽക്കുക, എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല. ഒരു രൂപവും ഇല്ല. ഇതിനെയൊക്കെയാണ് അഭിനയിക്കാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഒരു ഷോട്ട് എടുക്കുമ്പോൾ മനസ്സിലായില്ലേ, ഒരു സീൻ എടുക്കുമ്പോഴത്തേക്ക് ആ സീനിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ആ ഷോട്ടിൽ എന്താണ് അവിടെ കൊടുക്കേണ്ടതെന്നുള്ളത് നേരത്തെ ഡയറക്ടർ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ഒരു സിനിമയാണെങ്കിലും ഒരു ആൽബം ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും. ഇത് ഷോട്ട് എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, വലിച്ചിങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ എന്താ ചെയ്യണ്ടേന്ന്. ഇതാണോ അഭിനയം? ഇതിനെയാണോ ചില ആളുകൾ അഭിനയം എന്നൊക്കെ വിളിക്കുന്നത്? അല്ല, ഇവർ പിന്നെ വിളിച്ചോട്ടെ, അവർ മറ്റേ വലിയ സൂപ്പർ ഹിറ്റ് ആണെന്നോ അവർ ചെയ്ത എല്ലാ ആൽബങ്ങളും ബമ്പർ ഹിറ്റ് ആണെന്നൊക്കെ അവർ പറഞ്ഞോട്ടെ. പക്ഷെ ഇവർ ഈ പറയുന്നത് പോലെ ആരെങ്കിലും ഒക്കെ ഇവരെ ഈ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇവരുടെ അഭിനയം കണ്ട് മറ്റേ കോരി അങ്ങോട്ട് തരിച്ചിട്ട് രേണുമള്ളേ എന്നും പറഞ്ഞ് ചെല്ലുന്നവരുണ്ടെങ്കിൽ അവരോടാ, ഇതൊക്കെയാണോ അഭിനയം? ഇങ്ങനെയാണോ അഭിനയിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. ഞാനും അസിസ്റ്റന്റ് ആയിട്ട് അത്യാവശ്യം പോയിട്ടുള്ളതാടേ. ഞാൻ ഇങ്ങനത്തെ അഭിനയമൊന്നും അങ്ങ് കണ്ടിട്ടില്ലടേ. ഷോർട്ട് ഫിലിമിന് പോയിട്ടുണ്ട്, ആൽബത്തിന് പോയിട്ടുണ്ട്, സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് പോയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ, കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള അഭിനയമൊന്നും. ഇതിനൊക്കെ അഭിനയം ഒന്ന് വിളിക്കാമെങ്കിൽ എൻ്റെ പൊന്നെ. അപ്പൊ അവരൊക്കെ കാണിക്കുന്നത് എന്ത് വലിയ കാര്യമാണ്. ശരിക്കും അഭിനയിക്കുന്നവര്. എന്നിട്ട് 1.5 മണിക്കൂറുള്ള എന്തൊക്കെയോ നേരത്തെ ഉണ്ടായിരുന്നു, 1.5 മണിക്കൂറുള്ള ഓരോ കാക്കാൻ ബീച്ചുകൾ മറ്റേ യൂട്യൂബിൽ എടുത്തിരുന്നത് സിനിമയാണെന്നും പറഞ്ഞ്. സമ്മതിക്കണം കേട്ടോ, സമ്മതിക്കണം. ഈ ദാസേട്ടൻ കോഴിക്കോടൊക്കെ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു മനുഷ്യനാണ് എൻ്റെ വിചാരം. ഈ കോക്കാൻ ബീച്ചിക്കൊക്കെ നിൽക്കാതിരുന്നൂടെ പൊന്ന് ദാസേട്ടൻ കോഴിക്കോടെ? ഈ കോക്കാൻ ബീച്ചിക്കൊക്കെ
ആവശ്യത്തിനുള്ള റീച്ചൊക്കെ നിങ്ങൾക്ക് ഉള്ളതല്ലേ, ഇതിൻ്റെയൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും. കാരണം വായിന്ന് വീഴുന്നതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഏതെങ്കിലും ദാസേട്ടൻ കോഴിക്കോടിനെ പോലുള്ള ആളുകളോടാണ്. ഇതുപോലൊക്കെ ആരെങ്കിലും പറയുമോ? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ ചോദിക്കുമ്പോൾ വട ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ വട, എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ഏതെങ്കിലും സ്ത്രീ പറയുമോ എന്ന്. പേഴ്സണൽ കൂട്ടുകാരുമായിട്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ പോലും ഈ ലോകമെമ്പാടുമുള്ള ആളുകളുടെ മുമ്പിലേക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടു കൊടുക്കാൻ ആരും അത്യാവശ്യം മാന്യതയുള്ള ഒരു സ്ത്രീയും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരൊറ്റ സാധനം കൂടെ, കൂടുതലൊന്നും കാണിച്ച് എനിക്ക് വയ്യ, ഒരൊറ്റ സാധനം കൂടെ ഞാനത് കണ്ടു, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇവരുടെ തന്നെ ഏതോ ആൽബത്തിന്റെ ഇടയ്ക്കുള്ളതാ, കണ്ടോണേ. അല്ല, രേണുവിന്റെ പ്രണയം പാല് പോലെ ശുദ്ധമാണ് അല്ലേ? പശുവിൻ പാല് പോലെ ശുദ്ധമാണ്. അതുപോലെ നമ്മളെ തിരിച്ച് എക്സ്പെക്ട് ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. കണ്ടപ്പോ തന്നെ കിട്ടിയില്ലെങ്കിൽ അല്ലേ? കൊറേ ശ്രദ്ധിക്കുന്നു. ഈ കല്യാണക്കാര്യം പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു. ഇപ്പൊ കാമുകന്റെ കാര്യമൊക്കെ പറയും. എന്ത് പറ്റി? നേരത്തെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. രേണുവിന്റെ പ്രണയം പശുവും പാല് പോലെ ശുദ്ധമാണെന്ന്. പശുവും പാല് പോലെയാണോ പശുവിന്റെ ചാണകം പോലെയാണോ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക ചേച്ചി. പശുവും പാല് പോലെ ശുദ്ധമായിരുന്നെന്ന്. അങ്ങനെ പശുവും പാല് പോലെ ഉള്ള ഒരു ശുദ്ധമാണ് നിങ്ങളുടെ പ്രണയം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടുണ്ടായിരുന്ന പ്രണയം എന്നൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ കാട്ടായം കാണിച്ചുകൊണ്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും. നല്ല 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 ചാൻസുകൾ കിട്ടിയാൽ അതൊക്കെ യൂസ് ചെയ്ത് ബിഗ് ബോസ് പോലൊരു ഷോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നല്ല നല്ല ചാൻസസ് ചൂസ് ചെയ്ത് പോകും. ഇതുപോലത്തെ മാങ്ങാണ്ടി പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. ഈ വട ചോദിക്കുമ്പോഴത്തേക്ക് വടയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തിരിയെങ്കിലും ആ മേളിലുള്ള ആ മനുഷ്യനെ ഇത്തിരിയെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഇതുപോലുള്ള പരിപാടികൾ, അങ്ങനെ ഞാൻ പറയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന്. നിങ്ങൾക്ക് ശരിക്കുള്ള പ്രണയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ മനുഷ്യനോട്. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നമുക്ക് നോക്കാം എന്താണ് ഏറ്റവും കൂടുതൽ ഇവരെ സ്നേഹിക്കുന്നവരാണോ ഈ കമൻറ്റ് ബോക്സിൽ വരുന്നതെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.